ഹിസ്റ്ററി ഒറിജിനൽ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 2-3 കൊല്ലം അപ്പുറം നമ്പറായ വണ്ടി. ഓക്കെ ഓക്കെ. 3 വർഷമായി ഇവിടെ നമ്പർ ആയിട്ടില്ല. ഒരു റീപ്ലേസും ഇല്ല. ഏതോ ഓപ്ഷൻ? ടൈറ്റാനിയം ഡീസൽ. അടുത്തെന്താ ഒരു ടാക്സി വാഹനമാണ്. എറ്റിയോസ് ആണ് ടൊയോട്ടയുടെ. എറ്റിയോസ് 2016 വണ്ടി. 16 ഡീസൽ. കറക്റ്റ് സർവീസ് സിംഗിൾ ഓണർ. VXI അല്ല സെറ്റ്? VXI. ഓക്കെ VXI 2020 വണ്ടി അല്ലേ? VDI 2018 സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന ഒരു ഡീസൽ ബ്രസ. എത്ര കൊടുക്കാം? ഒരു 21,000 ഓട്ടം. ഓക്കെ. ഓട്ടോമാറ്റിക് VXI. VXI. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ പുതിയൊരു ഷോറൂം കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവാണ്. നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യാണ് അല്ലേ, ടീമിലൊക്കെ ആയിട്ട്. കാസ്റ്റ് 20 ആണ് ഷോറൂമിൻ്റെ പേര്. മലപ്പുറം ജില്ലയിൽ മോങ്ങം. എന്താ പേരെന്താ? നൗഫൽ ഖാന്റെ ഷോറൂമാണ് അല്ലേ? എത്ര കാലം ഈ ഒരു ഷോറൂം ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമാണ്. അതിന്റെ മുന്നേ അങ്ങേ ഭാഗത്താണ്, വള്ളംപുറം ഭാഗത്തായിരുന്നു. ഓക്കെ. ഇത് മോങ്ങത്താണ് കറക്റ്റ് വരുന്നത്. മലപ്പുറം ജില്ലയിൽ മോങ്ങം, കോഴിക്കോട് പാലക്കാട് റോഡ് അല്ലേ? നമ്മളിവിടെ കാണുമ്പോൾ തന്നെ ഈ ഒരു സൈഡ് 7 സീറ്റർ മൊത്തം ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. ഇന്നോവകളും കാര്യങ്ങളും. ഇങ്ങോട്ട് നോക്കിയാൽ കോമ്പാക്ട് SUV സെഗ്മെന്റ് വരുന്നുണ്ട് അല്ലേ? ചെറുകാറുകൾ എല്ലാം ഉണ്ട്. ടാക്സികൾ കൂടുതൽ ചെയ്യാറുണ്ട്. ടാക്സികൾ ചെയ്യുന്നുണ്ട്. ടാക്സികൾ എന്ന് വെച്ചാൽ എല്ലാ സെഗ്മെന്റും ഉണ്ടോ? 7 സീറ്റും ഉണ്ട്, 5 സീറ്റും ഉണ്ട്. കൊമേഴ്ഷ്യൽ ചെയ്യുന്നില്ലല്ലോ? കൊമേഴ്ഷ്യൽ ഇല്ല. ഓക്കെ. അപ്പോൾ ടാക്സിക്ക് ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യണം. 2025 ആവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് മാക്സിമം വിലപ്പാകാണ് വേണ്ടത്. നമ്മളെ പ്രേക്ഷകർ വരുമ്പോൾ ആ ഒരു വിലയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാണ്ട് അഡീഷണൽ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ബെനിഫിറ്റ്സ് അവർക്ക്? നമുക്ക് ഈ മാസം മുതൽ ഫുൾ ടാങ്ക് പെട്രോൾ കൊടുക്കാം. എത്ര വരെ? എത്രാം തീയതി വരെ? 30 വരെ. ജനുവരി 30 വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫുൾ ടാങ്ക് ഡീസലോ പെട്രോളോ അല്ലേ? പെട്രോളാണ് പെട്രോൾ, ഡീസലാണ് ഡീസൽ. ഏതാണെന്ന് വെച്ചാൽ ഓഫർ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വണ്ടികളുണ്ട്, നമ്മൾ കാണിച്ചു തരാം. ഏതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടാക്സി എല്ലാം ഉണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് എന്തായാലും കാണാൻ ശ്രമിക്കുക. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം അല്ലേ? നമുക്ക് ആദ്യം ഒരു എർട്ടിഗയിൽ തുടങ്ങാം. 7 സീറ്റർ വാഹനം. ഇത് എവിടെയാണ് രജിസ്ട്രേഷൻ? KL4 ടാക്സി അല്ലല്ലോ, പ്രൈവറ്റ് ടാക്സിയാണ് നമ്മൾ എടുത്ത് പറയും. ഇത് 2022 മോഡൽ, പെട്രോൾ ആണ്. പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഹൈബ്രിഡ് പെട്രോൾ ഫുൾ ഓപ്ഷൻ. എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഹൈബ്രിഡ്? ഒരു 16-17 ഹൈബ്രിഡ് വണ്ടിയാണ്. അതെ, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്, അതാണ് ചോദിച്ചത്. എത്ര ഓട്ടം പറഞ്ഞ? 80. സിംഗിൾ ഓണർ, ഫുൾ ഓപ്ഷൻ 2022. കമ്പനി സർവീസ് പ്രോപ്പർ ആണ്? കമ്പനി ഫുൾ പക്ക കമ്പനി സർവീസ്. ഓക്കെ. നമ്മളിപ്പോൾ എല്ലാ ഷോറൂമിലും ചോദിക്കുന്നതാണ്, അതായത് നമ്മളിപ്പോൾ വീഡിയോയിൽ പറയുന്നതിനേക്കാൾ എന്തെങ്കിലും ഒരു അപാകത വണ്ടിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞിട്ടേ കൊടുക്കൂ. ഓക്കെ. എങ്ങനെ മേജർ ക്ലെയിം ഉള്ള വണ്ടികൾ എടുക്കാറുണ്ടോ? മേജർ ക്ലെയിം എടുക്കലില്ല. അല്ലാണ്ട് ഡോർ റീപ്ലേസ് വണ്ടികൾക്കേ ഉള്ളൂ ഗ്ലാസുകൾ അത് ഇതൊക്കെ റീപ്ലേസ് ആയിട്ട്, അല്ലാത്ത വണ്ടികൾ എടുക്കലില്ല. ഓക്കെ. അപ്പോൾ 2022 ഏതോ ഓപ്ഷൻ വരുന്നത്? ഇത് ഫുൾ ഓപ്ഷൻ ഡീസൽ പെട്രോൾ ZXi പ്ലസ്. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് 9,80,000 രൂപയ്ക്ക് ZXi എർട്ടിഗ 2022 ഫുൾ കമ്പനി സർവീസ് പോകുന്ന വാഹനമാണ്. സിംഗിൾ ഓണർ. ഓക്കെ. ഒരു 8 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും നമുക്ക്? 8-8.5 രൂപ ലോൺ കിട്ടും. ഈ പറയുന്ന വിലകൾ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുമോ? അതോ നെഗോഷ്യബിൾ റേറ്റ് ആണ് അല്ലേ? ഓക്കെ. വീണ്ടും 7 സീറ്റർ, അത് ഇന്നോവയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ അതർ സ്റ്റേറ്റ് വണ്ടികളാണ് കൂടുതൽ. ഇത് റീ ആയതാണോ? നമ്പർ ആയത് KL26. ഓക്കെ. 2015 മോഡൽ, 3ാമത്തെ ഓണർഷിപ്പ്. ഓക്കെ. ഇവിടെ മാറിയതിന് ശേഷം ഇവിടെ ഇനി എടുക്കണ 4ാമത്തെ ഓണർ. ഇപ്പൊ 3-ലാണ് നിൽക്കുന്നത്. ഓക്കെ. 2015. ഓക്കെ. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ G4. 15. എല്ലാ ഫംഗ്ഷനും വർക്കിംഗ്? എല്ലാം വർക്കിംഗ്, പക്ക ക്ലീൻ പീസ്. ഇതിൽ എന്തെങ്കിലും റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ? റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നുമില്ല. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഓക്കെ. അപ്പോൾ എത്ര ഓട്ടം കാണിക്കുന്നത്? ഇതിന് 2 സംതിങ് ഓട്ടം. മീറ്റർ കാണിക്കുന്നതാണ്? കാണിക്കും. ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറയും. ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. 2 സംതിങ് ഓടി ഉണ്ടല്ലോ. എത്ര ഇപ്പോൾ? ഇതിന് 9,30,000. 9,30,000. 2015 G4 2 സംതിങ് ഓടിയ, ഒരു ക്ലെയിമും ഇല്ലാത്ത, കേരള നമ്പർ ആയിക്കഴിഞ്ഞേ. ഇത് നിങ്ങൾ ഒരു പൈസ ടാക്സ് ഒന്നും കൊടുക്കണ്ട. കേരള നമ്പർ ആയി കഴിഞ്ഞു. ജസ്റ്റ് നിങ്ങളുടെ പുതിയ ഇൻഷൂർ നിങ്ങളുടെ പേരിലേക്ക് മാറിയാൽ മതി. വേറെ ഒരു അഡീഷണൽ എക്സ്പെൻസും ഇല്ല. ലോണും കിട്ടും. ലോൺ എത്ര കയറും?
ലോണ് 8 രൂപ വരെ ലോൺ കിട്ടും. 8 രൂപ വരെ കിട്ടും. ഓക്കെ. വീണ്ടും കേരള നമ്പറായ ഇന്നോവയാണ്. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാ? 2013 വണ്ടി. 13 G4 തന്നെയാ? G4 തന്നെ. ഓക്കെ. 2 സംതിങ് ഓട്ടോ. ഓക്കെ. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തു. മെയിൻ ഗ്ലാസ് മാറി കഴിഞ്ഞു അല്ലേ? വേറെ ഉള്ളിലേക്കൊന്നും വേറെ ഒന്നുമില്ല. അപ്പുറമൊന്നുമില്ല. ക്ലീൻ പീസാ. ഓക്കെ. ഹിസ്റ്ററി ഒറിജിനൽ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 2-3 കൊല്ലം അപ്പുറം നമ്പറായ വണ്ടി. ഓക്കെ ഓക്കെ. 3 വർഷമായി ഇവിടെ നമ്പർ ആയിട്ടില്ല. ഓക്കെ. G4 തന്നെയാണ്. സെയിം 2013 മോഡൽ. എല്ലാം വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. സെക്കൻഡ് ഓണർ. ഓക്കെ. എത്ര കൊടുക്കാം? 6,90,000. 6,90,000 രൂപയ്ക്ക് കേരള നമ്പറായ ഇന്നോവ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2013 G4. ഇതിലും വേറെ ഒന്നും നിങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമില്ല. ലോൺ ഒരു 5 ലക്ഷം കിട്ടും. 5-5.5 വരെ വരും. 6 വരെ കിട്ടും. കിട്ടും. അപ്പോൾ വെറും 30,000 രൂപയൊക്കെ കണ്ടാൽ ഇറക്കാൻ പറ്റിയ ഒരു 7 സീറ്റർ ഇന്നോവയാണ്. അടുത്ത വണ്ടിയിലേക്ക് പോലെ ഇതാ ഒരു കോട്ടയം വണ്ടിയാണ്. കോട്ടയം ബ്രസ. വിചാര ബ്രസയാണ്. VDI ഡീസൽ മിഡിൽ ഓപ്ഷൻ. ഏതാ മോഡൽ? VDI 2018. 18 VDI ആണ്. ഓക്കെ. 18-20 റേഞ്ച് മൈലേജും കിട്ടും. റേഞ്ച് മൈലേജ് അല്ല മൈലേജ്. ഓക്കെ. ബാക്കി ഓണർഷിപ്പ് രണ്ടാമത്തത് 135 കറക്റ്റ് സർവീസ്. 1,35,000 ഓടി ഡീസൽ വണ്ടിയാണ്. പക്ക സർവീസ് പോയിട്ടുണ്ട് അല്ലേ? പിന്നെ ഈ ബോണ്ട് റീപ്ലേസ് ഉണ്ട്. ബോണ്ട് മാത്രം? ബോണ്ട് റീപ്ലേസ് ഉണ്ട്. അത് കമ്പനിയിൽ നിന്ന് മറ്റേ പമ്പർ ടു പമ്പറിൽ റീപ്ലേസ് ആയത്. ഓക്കെ. അപ്പുറമുള്ളൊന്നും ഒന്നും പറ്റിയില്ല? ഒന്നുമില്ല. ഫ്രണ്ട് ഒന്നും പറ്റിയില്ല? ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി. ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്. 1,35 ഓടിയ VDI 2018 സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന ഒരു ഡീസൽ ബ്രസ. എത്ര കൊടുക്കാൻ പറ്റും? 6,75,000. 25? 75. 6,75,000 രൂപയ്ക്ക് 2018 VDI ബ്രസ കൊണ്ടുപോകാം. ഒരു 6 ലോൺ കിട്ടുമോ? 6 രൂപ ലോൺ. 75,000 കണ്ടാൽ 75,000 കണ്ടാൽ ഇറക്കാം. നല്ലൊരു ഡീസൽ ബസ്സ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. ഡ്യുവൽ ടോണും ആണ്. അടുത്ത വണ്ടിയിലേക്ക് ഇതാ അടുത്തൊരു കരുത്തനായ കോമ്പാക്ട് SUV ആണ്. KL25 പുനലൂർ രജിസ്ട്രേഷനുള്ള ഒരു ഫോർഡ് എക്കോസ്പോർട്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2017-18 വണ്ടി. 17 മോഡൽ 18 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. 18 രജിസ്ട്രേഷൻ മുതൽ 15 വർഷത്തേക്കുള്ള ടാക്സ് ആണ് വണ്ടിക്ക് ഉണ്ടാവും. 18 ആണ് വണ്ടി. ബാക്കി 1,17 ഓട്ടം. സിംഗിൾ ഓണർ. ഒരു റീപ്ലേസും ഇല്ല. ഏതോ ഓപ്ഷൻ? ടൈറ്റാനിയം ഡീസൽ ടൈറ്റാനിയം 17 മോഡൽ 18 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് 1,17 ഓട്ടം ഫുൾ കമ്പനി സർവീസ് ബട്ടൺ ഷോട്ട് ഒക്കെ വരുന്ന വണ്ടി. പ്ലസിലേക്ക് വരുമ്പോൾ ആകെ മാറ്റം വരുന്ന എയർ ബാഗിനാണ്. മാത്രമേ മാറ്റം. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ടാവും. പുഷ് ബട്ടണും അലോയ്സും എല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരും. ഓക്കെ. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് ഞാൻ 6,40,000. 6,40,000 രൂപയ്ക്ക് ടൈറ്റാനിയം 17 മോഡൽ 18 രജിസ്ട്രേഷൻ ഡീസൽ 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ എക്കോസ്പോർട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ കമ്പനി സർവീസ് ഉള്ളത്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന് മേജറൊക്കെ ചെയ്തോ? എങ്ങനെ മേജർ സർവീസ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ. അത് പാർട്ടിക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു 2 ലക്ഷത്തിന് അടുത്ത് തീയിട്ട് നോക്കിയാൽ മതി. അടുത്ത മേജർ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു പഴയ ഷേപ്പ് ക്രെറ്റയാണ്. KL21 നെടുമങ്ങാട് രജിസ്ട്രേഷൻ ആണ്. തിരുവനന്തപുരം ജില്ല. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019. ഓക്കെ. 1 സംതിങ് ഓട്ടം. സിംഗിൾ ഓണർ. ഏതാ ഓപ്ഷൻ? ഏതാ? E+ ഡീസൽ 1.4. 1.4 അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു 17-18 ഒക്കെ കിട്ടും. 20 മേലെ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 19 മോഡൽ ക്രെറ്റയാണ്. E+ ഡീസൽ. എത്ര ഓടം പോയി? ഇത് 1 സംതിങ് ആവും. 1 സംതിങ് ഓടി. ക്ലെയിം ഒന്നുമില്ല. ക്ലീൻ പീസ് സിംഗിൾ ഓണർ. ഓക്കെ. ഇത് ഹിസ്റ്ററി കംപ്ലീറ്റ് ഹിസ്റ്ററി ഉണ്ട്. പിന്നെ അലോയ് പ്രൊജക്ടർ ലൈറ്റ് ഒക്കെ പ്രൊജക്റ്റഡ് ഇല്ല. അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ വീൽസ് ചെയ്തിട്ടുണ്ട്. അലോയ് വീലൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര കൊടുക്കാം? ക്യാമറ LCD ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തിട്ടുണ്ട്. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 8,50,000 കൊടുക്കാം. 2,50,000. 8,50,000. സോറി, 8,50,000. 8,50,000 രൂപയ്ക്ക് 2000 അതെ 19 ക്രെറ്റ E+ ഡീസൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിലയാണ് പറഞ്ഞു കഴിഞ്ഞു. ലോണ് നിങ്ങൾ 8 രൂപ വരെ 7 രൂപ വരെ കയറും. 7 രൂപ വരെ കയറും. അടുത്തൊരു ന്യൂ ഷേപ്പ് വെന്യൂ ആണ്. ഹ്യുണ്ടായ് വെന്യൂ KL1 തലസ്ഥാന നഗരി വണ്ടിയാണ്. അതെ, തിരുവനന്തപുരം. പറഞ്ഞോളൂ. ഇത് 2023 6 മാസം വണ്ടിയാണ്. അപ്പോൾ വാറണ്ടി ഇപ്പോൾ 26 വരെ ഉണ്ടാവും. 26 6 മാസം വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ് അല്ലേ? ഓക്കെ. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ് വരെ ഉണ്ട്. പ്ലസ്. ഓക്കെ. എല്ലാം ഓക്കെ. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 2023. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ തന്നെ. ഓണർഷിപ്പ് സിംഗിൾ. ഡീസൽ 45,000 ഓട്ടം. ഡീസലാണ്. നല്ല മൈലേജ് കിട്ടേ.
20 above തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? ഏകദേശം ലോണൊക്കെ 45,000 ഓടിയിട്ടു സിംഗിൾ ഓണർ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. പ്രൈസും കൂടെ പറഞ്ഞോളൂ. പ്രൈസ് 11,80. 11,80,000 മാനുവൽ ഡീസൽ മാനുവൽ 2023 സൺറൂഫ് വരെ വരുന്നുണ്ട്. 45,000 കിലോമീറ്റർ ഓടിയ വെന്യൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 10-12 ലക്ഷം ലോൺ കിട്ടും. 11 റുപ്യ. ഓക്കെ, നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ എടുത്തോ അല്ലേ? ഒന്നും പറയണ്ട. അടുത്ത വണ്ടിയിലേക്ക്. മൈലേജിന്റെ രാജാവ് ഒരു ഡീസൽ സണ്ണി, അതും ഒറിജിനൽ കേരള വണ്ടി. അതെ അല്ലേ? 2012 മോഡൽ. ഓക്കെ, 1.18 ഓട്ടം. റീപ്ലേസുകളൊന്നുമില്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, പിന്നെ നമുക്ക് വളരെ കുറവായിട്ട് കൊടുക്കാം. എത്രക്ക്? നമുക്ക് ലാസ്റ്റ് ഒരു 2,40,000 റുപ്യ കൊടുക്കും. 2.40 ലാസ്റ്റ് റേറ്റ് അല്ലേ? ഓക്കെ, 2.40 2012 ഒറിജിനൽ കേരള ഡീസൽ അലൈവിൽ വരെ വരുന്നുണ്ട്. ഡീസൽ സണ്ണി നിങ്ങൾക്ക് കൊണ്ടുപോകാം. എന്താ പറയുക, കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് വളരെ കുറവാണ്. നല്ല മൈലേജ്, നല്ല മൈലേജ്, യാത്രക്ക് നല്ല കംഫർട്ട്, നല്ല സുഖമാണ്. നിലവിൽ വേറെ വർക്ക് എന്തെങ്കിലും ഉണ്ടോ? മെക്കാനിക്കൽ വർക്ക് ഒന്നുമില്ല. ഒരു വർക്കും എടുക്കുക, ഡീസൽ അടിക്കുക, ഓടിക്കുക. ജസ്റ്റ് ഒരു ഓയിൽ സർവീസ് വേണേ ചെയ്യാം. അതിപ്പോ ഓരോ വണ്ടി എടുക്കുമ്പോൾ ചെയ്യണല്ലോ, അത്രയാണ്. അതും വലിയ ചെലവ് വരാത്തൊരു രീതിയിൽ. ഓക്കെ, 2.40 കൊണ്ടുപോകാം. ഒരു ഫുൾ ലോൺ കിട്ടുമോ? ഫുൾ ലോൺ 2 രൂപ വരെ ലോൺ കിട്ടും. 2 ലക്ഷം വരെ. 40,000 കണ്ടാൽ ഒരു നല്ല മൈലേജ് ഉള്ള സണ്ണി സ്വന്താക്കാം. ഒറിജിനൽ കേരള. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു നിസാൻ ടെറാനോ KL 24 രജിസ്ട്രേഷൻ ആണ്. അതെ, ചെറിയ രീതിയിലുള്ള സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രില്ലൊന്ന് മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട്. ഓക്കെ, എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2016 1 സംതിങ് ഓട്ടം, സിംഗിൾ ഓണർ. ഏതാ, 110 ആണോ? അല്ല, 185. 2016 സിംഗിൾ ഓണർ. ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പ് XP ആണ്. അലോയ്സും കാര്യങ്ങളും എല്ലാ ഓപ്ഷനും വരുന്ന വാഹനം. പുഷ്പട്ടം ഉണ്ടാവില്ല, ഇതിൽ പുഷ്പട്ടം വന്നിട്ടില്ല. ഓക്കെ, സിംഗിൾ ഓണർ. സർവീസ് ഉണ്ട്, സർവീസ് ഹിസ്റ്ററി റെഡിയാ, കറക്റ്റ് സർവീസ്. 85 കൊണ്ട് മൈലേജും ഉണ്ടാവും. നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. 2016 മോഡലാണ്. 18-19 റേഞ്ച് മൈലേജും കിട്ടും. ക്ലെയിം എന്തെങ്കിലും? ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ, എത്ര ഇപ്പോൾ ഇതിന്? 5,10. 5,10,000 നെഗോഷ്യബിൾ അല്ലേ? 5,10 2016 XP ഏറ്റവും ടോപ്പ് എൻഡ് 85 ടെറാനോ കൊണ്ടുപോകാം. ഒരു 4 ലക്ഷം ലോൺ കിട്ടുമോ? 4 ലൈൻ്റെ മേലെ കിട്ടും. 4.5 ഈസി ആയിട്ട് കിട്ടും. എല്ലാം ഇപ്പൊ കാണിച്ച ഓൾമോസ്റ്റ് വണ്ടിയൊക്കെ ചെറിയ ഡൗൺ പേയ്മെന്റ്. നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലാണ്ട് പെട്ടെന്ന് വണ്ടിക്ക് കിട്ടുന്ന ലോണിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ബാക്കി നിങ്ങൾ ഓരോരുത്തർ ബാങ്കിൽ നിങ്ങളുടെ ട്രാൻസാക്ഷനും ഇതുവരെ റെഡിയാണ്. ഫുൾ ലോണും അതെ, പ്രീവിയസ് ട്രാക്ക് ഹിസ്റ്ററി, ലോൺ എടുത്തിട്ട് അടവ് തിരിച്ചടവൊക്കെ നോക്കിയിട്ടുള്ള സിവിൽ സ്കോർ അടിസ്ഥാനമാക്കിയിട്ട് കിട്ടും അല്ലേ? അടുത്തൊരു വാഗണർ 1.2 എങ്ങനെയാ കാര്യങ്ങൾ? 2020 വണ്ടി, 93 ഓട്ടം, 93,000 ഓടി. 93 കറക്റ്റ് സർവീസ്, സിംഗിൾ ഓണർ. VXI അല്ല? VXI. ഓക്കെ, VXI 2020 വണ്ടി അല്ലേ? ഓക്കെ, ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഓട്ടം പോയിട്ടുണ്ട്, പക്ഷെ അത്യാവശ്യം മൈലേജ് കിട്ടുന്നു. ഓട്ടം കൂടി. അതെ, ഒരു 17 റേഞ്ച് ഒക്കെ കിട്ടും. ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ല? ഒരു ക്ലെയിമും ഇല്ല. ക്ലീൻ പീസ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് 5,000. 5,20,000. 20,000 രൂപയ്ക്ക് 2020. ഓക്കെ, 2020 VXI വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, 4.25 മേലെ ലോൺ കിട്ടോ? ലോൺ 5 കിട്ടും. 5 കിട്ടും. ഫുൾ ലോൺ അതൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം എന്താ വെച്ചാൽ ഓല ട്രാക്ക് ക്ലിയർ ആണോ? ഫുൾ ലോൺ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതാ ഒരു ഓട്ടോമാറ്റിക്, എന്താ പറയാ, മൈക്രോ SUV എന്നൊക്കെ പറയാൻ പറ്റും. എക്സ്പ്രസോ ആണ്, ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2021 വണ്ടി, വെറും 21,000 ഓട്ടം. ഓക്കെ, ഓട്ടോമാറ്റിക് VXI ഓട്ടോമാറ്റിക് സെലേറിയോ ആണ്. എങ്ങനെ പോയാലും MT ഗിയർ ബോക്സ് ആണ്. 17-18 റേഞ്ച് ഒക്കെ എന്തായാലും മൈലേജ് ഉണ്ടാവും. ഇതിന് 4,70,000 രൂപയ്ക്ക് സ്വന്താക്കാം. ഒരു 4 ലക്ഷം വരെ ലോൺ കിട്ടോ? 2021 മോഡൽ 21,000 കിലോമീറ്റർ ഓടി. സെയിം മോഡൽ, കിലോമീറ്റർ സെയിമാ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത i20 ആണ്, അതും ഡീസൽ, നല്ല മൈലേജ് ഉള്ള സെഗ്മെന്റ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി, ആസ്ട്രയാണ്. 2015 വണ്ടി, 15 ആസ്ട്ര ടോപ്പ് എൻഡ് KL 1 വണ്ടിയാണ്. 92,000 ഓട്ടം, ഓണർഷിപ്പ് 2. ഓക്കെ, സർവീസ് പക്ക ക്ലീൻ സർവീസ് ഉള്ള വണ്ടിയാണ്. 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. അതെ, എത്ര കൊടുക്കാം? ഇത് 4,90.
490 ആസ്റ്റ ഡീസൽ 2015 i20 കൊണ്ടുപോകാം അല്ലേ? താല്പര്യം പെട്ടെന്ന് വിളിച്ചോ. 93,000 ഓടിയത്, ഫുൾ സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ലോണ് 4.5 വരെ ലോൺ കിട്ടും. അടുത്തെന്താ ഒരു ടാക്സി വാഹനമാണ്. എറ്റിയോസ് ആണ് ടൊയോട്ടയുടെ. എറ്റിയോസ് 2016 വണ്ടി, 16 ഡീസൽ GD AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ. അതെ. അഡീഷണൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ എല്ലാം ഫുൾ പക്കാർ വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 20 അബവ് മൈലേജ് ഉണ്ട്. വലിയ മെയിൻ്റെനൻസും പേടിക്കണ്ട, ഒരു പണിയില്ല. ഇതിന്റെ പേപ്പർ ഒക്കെ എന്താ ഇപ്പൊ അവസ്ഥ? ഇത് പേപ്പറുകളൊക്കെ ഫുള്ളാണ്. ഇൻഷുറൻസ് പുതിയ ഇൻഷൂറാണ്, കെട്ടിത്തരാണ്. ഓക്കെ. ഈ ബോണ്ട് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാത്രം, ഉള്ളിലേക്കൊന്നും ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഓട്ടോ എത്ര പോയി? ഓട്ടോ 2.11 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ. 2016. ടാക്സിനെ സംബന്ധിച്ചിട്ട് പക്കാ ക്ലീൻ. ഓക്കെ. അപ്പോൾ ടാക്സി നോക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. ഊബർ ഓടാൻ ഫസ്റ്റാ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ 5,20,000 കൊടുക്കാം. 5,20,000 GD 2016 എറ്റിയോസ് ഡീസൽ വണ്ടി. ഒറിജിനൽ കേരള ഡീസൽ വണ്ടിയാണ്. ലോഡ് മാക്സിമം കയറും. മാക്സിമം കയറും. ഓക്കെ. ഇന്നത്തെ അവസാനത്തെ വാഹനവും ഒരു ടാക്സി രജിസ്ട്രേഷൻ ഏർട്ടിഗയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 1 ഓടിക്കണ്, സിംഗിൾ ഓണർ, ടാക്സിയിൽ. ഏതാ മോഡല്? 2016 ഹൈബ്രിഡ് വണ്ടി. 16 പെട്രോൾ ഹൈബ്രിഡ് വണ്ടി. ഡീസൽ ഹൈബ്രിഡ് വണ്ടി. ഡീസൽ. ഞാനും വിചാരിച്ചു ടാക്സിയിൽ ആരാ പെട്രോൾ എടുക്കുക. പെട്രോൾ ഏതാ? VDI. ഓക്കെ. മിഡിൽ ഓപ്ഷൻ ഡീസൽ ഹൈബ്രിഡ് ആണ്. ഒരു 22 ഒക്കെ മൈലേജ് ഉണ്ടാവും. മേലൊക്കെ വരുന്നുണ്ട്. ഹൈബ്രിഡ് അല്ലേ, മൈലേജ്. സിംഗിൾ ഓണർ. ഓക്കെ. വേറെ സർവീസ് ഉള്ള വണ്ടി. തട്ടുമുട്ട് അങ്ങനെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടാക്സിക്കാരല്ലേ, പമ്പർ അത് ഇത് മാറാതിരിക്കൂല. അല്ല, മേജർ പണി ഉണ്ടാവില്ല. അവരുടെ ഉപജീവന മാർഗമാണ്. വണ്ടി പക്ക ക്ലീൻ ആ, വന്ന് ഓടിക്കുക, കംപ്ലീറ്റ് നോക്കുക, ചെക്ക് ചെയ്യാം. ഓക്കെ. ഒക്കെ വളരെ കണ്ണിങ്. ഏതായാലും മോഡൽ 2016 എർട്ടിഗ. ഇതിപ്പോ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6,10 കൊടുക്കാം. 6,10,000 രൂപയ്ക്ക് 16 എർട്ടിഗ ഡീസൽ ഹൈബ്രിഡ് വണ്ടി കൊണ്ടുപോകണം. ഓക്കെ. മാക്സിമം ലോൺ കയറും. എങ്ങനെ? മാക്സിമം ലോൺ കയറും. മാക്സിമം ലോൺ കയറും. ഇതിനിപ്പോൾ പേപ്പേഴ്സ് ഒക്കെ എന്താ അവസ്ഥ? പേപ്പേഴ്സൊക്കെ ഫുള്ളാണ്. ടാക്സ്, ഇൻഷൂർ, ടെസ്റ്റിന് 4 മാസം ബാലൻസ് ഉണ്ട്. ടെസ്റ്റ് 4 മാസം. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാൻ, നമ്മളിന്ന് കാണിച്ച വണ്ടികളെ പറ്റിയുള്ള കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ വേറെ സ്റ്റോക്കുകളുണ്ട് അല്ലേ, അതിനെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാസ്റ്റ് ഇന്ത്യയുടെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ, സപ്പോർട്ട് തരിക. ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഹെൽപ്പ്. ഫുൾ ഡീസൽ, ഫുൾ ടാങ്ക് ഡീസൽ 30 വരെ. ഡീസലോ പെട്രോൾ ഏതായാലും 30, ഡീസൽ ആയാലും പെട്രോൾ ആയാലും 30 വരെ ഓഫറാണ്. ഓക്കെ. എന്തുണ്ടെങ്കിലും പറഞ്ഞിട്ട് കൊടുക്കുക. എല്ലാം പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ, കൊടുക്കുകയും ചെയ്യാം. ഓക്കെ. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.